അങ്ങനെ നമ്മുടെ എപ്പിസോഡിന്റെ 23-ാമത്തെ എപ്പിസോഡാണ് മൈ ലൈഫ് മൈ മൂവി. ഇന്നലെ നമ്മൾ പറഞ്ഞ നിർത്തിയ വിഷയം കോളനി മൂവി തുടങ്ങി അതിനുശേഷം ആ പ്രൊഡ്യൂസർ ഇട്ടിട്ട് പോയ കഥകളും രണ്ടാം ദിവസം തന്നെ സ്റ്റോപ്പായ കഥകളും കുറേ വിഷമ സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഈ കോളനി നിന്നതിന് ശേഷം, അതായത് ഒരു 2-3 ദിവസത്തിന് ശേഷം നിന്നതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. 2-3 വ്യക്തികൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയേനെ, വലിയൊരു പ്രശ്നത്തിലേക്ക് പോയേനെ. ഉദാഹരണം പറഞ്ഞാൽ സെലിബ്രിറ്റിയുടെ റൂമിന് പോലും ഫണ്ട് കയ്യിലില്ല. ഉള്ള ഫണ്ട് മൊത്തവും നമ്മൾ എന്ത് ചെയ്തു, ഷൂട്ടിന് ചിലവായി. ആ 2 ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ സത്യാവസ്ഥ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷ്ണു, മൂവാറ്റുപുഴ വിഷ്ണു ഉണ്ട്. അപ്പോൾ ആ പയ്യൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് ലാസ്റ്റ് ഈ ലൈറ്റ് കമ്പനിക്കാർ വന്നിട്ട് ഷൗട്ട് ചെയ്യുന്നതും ക്യാമറ ഷൗട്ട് ചെയ്യുന്നതും ഒക്കെ ഇദ്ദേഹം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഈ പാവപ്പെട്ട പയ്യൻ അവൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ, നമ്മുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ ലാസ്റ്റ് അദ്ദേഹത്തിന് ഇടയ്ക്ക് ചെന്ന് കാല് പിടിച്ചു. ചേട്ടാ, ഷൂട്ട് മുടക്കരുത്, എങ്ങനെങ്കിലും നമുക്ക് തീർത്തെടുക്കണം. ശരിയാണ്, കാര്യം ഒരു 6 ദിവസം നമുക്ക് സെലിബ്രേറ്റ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട്, എന്ത് മനോഹരമായിട്ടാണ്, എന്ത് സന്തോഷമായിട്ടാണ് കോളനിയിലെ എല്ലാ ടീമുകളും അണിനിരന്നതും പൂജ ചെയ്തതും ഷൂട്ട് ചെയ്തതും ഒക്കെ. പ്രസീതയുടെയൊക്കെ പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരെയും കൊറിയോഗ്രാഫി ഒന്നും പുറത്തൊന്നും വിളിക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ തന്നെയാണ് അവർക്ക് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല, അങ്ങനെ പലർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. സ്റ്റണ്ട്, ഡയലോഗ്, ഡാൻസ്, എങ്കിലും ഒരു വിധത്തിൽ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. തലേന്ന് രാത്രിയിൽ റിഹേഴ്സലായിരുന്നു അവരുടെ. അങ്ങനെ കല്ലൂരിയത്ത് കോളനിയിലായിരുന്നു നമ്മുടെ ഷൂട്ട്. അത് നമ്മുടെ കണ്ണൻ ചേട്ടൻ, ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കണ്ണൻ ചേട്ടനൊക്കെ എനിക്ക് പണ്ടേ മുതൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഏറ്റവും കൂടുതൽ പ്രായം, അതായത് അവളി പ്ലസിൽ ഞങ്ങളൊരു സ്റ്റോറി പറയാൻ പോകുന്നത് കണ്ണൻ ചേട്ടനുമായിട്ടാണ്, വടകരയിലേക്ക്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത അല്പം പ്രായത്തിന് മൂത്ത ഒരാളെ കൊണ്ട് കിടക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ കുറേ കാര്യങ്ങൾ അറിയാം. ഞങ്ങളൊരു ജ്യേഷ്ഠൻ അനിയൻ ബന്ധമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് കോളനിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ആ 2-3 ദിവസം ഷൂട്ട് നമ്മൾ നിർത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഫുള്ള് തീർന്നു. പ്രൊഡക്ഷനിൽ 2 വണ്ടിയാണ്. ഒരു വണ്ടി ഇന്നോവയാണ്, അത് ക്യാമറാമാന് ഫുള്ള് സാധനങ്ങൾ 19 ലക്ഷം രൂപ വില വരുന്ന സംഗതികളാണ്. അത് മൊത്തം അവിടെ ഇവിടെ ഇടാനൊക്കില്ല. അതുകൊണ്ടാണ് അവർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് എപ്പോഴും ഒരു വാഹനം വേണം. അപ്പോൾ അതിന് എണ്ണ അടിച്ച് നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒരു ഇന്നോവ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 5-6ാമത്തെ ദിവസമാണ് ഇന്നോവ എടുത്തിട്ട്. കാര്യം ഇവർ ക്യാമറാമാനെ വിളിക്കാൻ പോകണമായിരുന്നു, പിന്നെ തിരിച്ചിവിടെ കൊണ്ടുവരുന്നു, പിന്നെ അവർക്ക് റൂമിൽ പോകണം, തിരിച്ചു വരണം, അങ്ങനെയൊക്കെ എപ്പോഴും വണ്ടി വേണം അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ യൂണിറ്റിന്റെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അതേപോലെ തന്നെ ആർട്ടിന്റെ പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ട്, ഇന്നോവയുടെ റെന്റ് കൊടുക്കാനുണ്ട്, അതേപോലെ തന്നെ ഒരു ബ്ലൂ കളർ ആൾട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമല്ലോ. സിനിമയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും വണ്ടിയുടെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാര്യം ഈ സെലിബ്രിറ്റി കാണാൻ പോകണമെങ്കിലും ഒരാടത്ത് ബസ്സിന് കയറി കഴിഞ്ഞാൽ ഒരാടത്തുനിന്ന് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും അടുത്ത സ്ഥലത്ത് എത്താൻ പിറ്റേന്നായി പോകും. അപ്പം അതുകൊണ്ട് ഒരു ഭാഗം കഴിഞ്ഞാൽ അപ്പോഴേ അടുത്ത ഒരുപാട് കടമകളുണ്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ 50 എടുത്ത് കയറിയെങ്കിൽ മാത്രമേ ഒരു കാര്യം ക്ലിയർ ആവുള്ളൂ. 50 വഴിയിലേക്ക് കയറണം. കാര്യം ഇപ്പം നമ്മൾ ആർട്ടിന്റെ പ്രോപ്പർട്ടി എടുക്കാൻ പോകുന്ന അവിടെ ചെന്ന് ബുക്ക് ചെയ്ത് ലിസ്റ്റ് കൊടുക്കുക, അതിനുശേഷം ഇങ്ങോട്ട് വന്ന് നമുക്ക് ബ്ലഡ് മേടിക്കാൻ കാണും, അതിനുശേഷം കോസ്റ്റ്യൂം കറക്റ്റ് ചെയ്യാൻ കാണും, അതിനുശേഷം ഫിലിം ചേമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ കാണും, അതിനുശേഷം 5 സെലിബ്രിറ്റി ആണെങ്കിൽ 5 സെലിബ്രിറ്റിയുടെ വീട്ടിൽ കയറേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ വലിയൊരു ചിലവാണ്. കാര്യം മനുഷ്യരാണല്ലോ പോകുന്നത്, അത്യാവശ്യം അവർക്ക് വെള്ളം കുടിക്കണം, എന്തെങ്കിലും ഫുഡ് കഴിക്കണം, വാഹനത്തിന് എണ്ണ അടിക്കണം, വാഹനം റെന്റ്, നമുക്കൊരു കാറ് പോലും ആരും തരാനില്ല. അപ്പോൾ അതുകൊണ്ട് റെന്റിനൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ എന്തായാലും കോളനി മൂവി പൈസ ഇല്ലാതെ പ്രൊഡ്യൂസർ പോയി നിന്നു. അവസാനം ഭാരിച്ച ഒരു കടം. കാര്യം പവർ യൂണിറ്റ് എന്ന് പറയുന്ന മൈക്ക് സെറ്റ് ഉണ്ട് അവിടെ, ആർട്ടിന്റെ ഒക്കെ കൊണ്ടുവന്ന സീരിയൽ മാല, അതിന് കുറേ പൈസ കൊടുക്കാറുണ്ട്. MRൽ സെലിബ്രിറ്റിയുടെ റൂമിന്റെ കുറേ പൈസ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിന്റെ പൈസ കൊടുക്കാറുണ്ട്. ക്യാമറാമാന് പൈസ ഇല്ലാതെ നമ്മൾ വാടകയ്ക്ക് എടുത്ത ഇന്നോവയും കൊണ്ടാണ് അവർ പോയിരുന്നത്. 1 ലക്ഷം രൂപ അടുപ്പിച്ചങ്ങണ്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും ബാലൻസ് പൈസ കൊടുക്കാനുള്ളതിന്റെ പേരിൽ അവർ അതും കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഷൂട്ട് ചെയ്ത ഫുട്ടേജ് പോലും ഇല്ല. അതായത് 3 ദിവസം ഷൂട്ട് ചെയ്ത ഫുട്ടേജ് പോലും നമ്മുടെ അടുത്തില്ല. അങ്ങനെ കുറച്ച് പൈസകളൊക്കെ കൊടുത്തു. പിന്നെ ഈ ലൈറ്റ് കമ്പനിക്കാരനും അദ്ദേഹത്തിനും ഏകദേശം ഒരു 1 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പിന്നെ സെലിബ്രിറ്റിക്കും കൊടുക്കാറുണ്ട്. അതായത് ഷാജിയേട്ടനും മോളി ചേച്ചി, രാജാ സാഹിബ്, ഇവർക്കൊക്കെ കുറച്ച് എന്തോ വണ്ടിക്കൂലിയൊക്കെ കൊടുത്തിട്ട് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടതാണ്. കാരണം നമ്മുടെ പ്രതീക്ഷകളെല്ലാം പാളിപ്പോയി. കാര്യം ഈ പ്രൊഡ്യൂസർ പോയപ്പോൾ എല്ലാം പാളിപ്പോയെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ട് നിൽക്കുന്നു. കാര്യം ഈ ഷാജിയേട്ടനും രാജാ സാഹിബും ഒക്കെ ആ കോളനിയിൽ ഒരു അരഭാഗമെങ്കിലും കാണേണ്ടതാണ്. കാര്യം ഈ 6 ദിവസം ഈ ബാക്കിയുള്ള ടീമുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന സീനുകളായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യിപ്പിച്ചു. കാര്യം പിന്നീട് കണ്ടിന്യൂറ്റി വേണമല്ലോ. കാരണം നമ്മളൊരു കോളനിയിൽ ഷൂട്ട് ചെയ്തെങ്കിൽ ആ കോളനിയാണ് കാണിക്കേണ്ടത്. പക്ഷേ അതിന് പകരം ആ കല്ലൂരിയത്ത് കോളനിക്ക് പകരം, കോളനി സിനിമയിലെ ആ കോളനിക്ക് പകരം, ആദ്യം കാണിച്ച ആ കോളനിക്ക് പകരം
മൂന്നിടത്തായിട്ടാണ് പിന്നെ ആ കോളനി ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒന്ന് കല്ലുമൂട്ടിക്കടവ് നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ഭാഗമാണ്. ഒരെണ്ണം മട്ടാഞ്ചേരിയിലാണ്. പിന്നൊന്ന് എവിടെയോ ഒരെണ്ണം ഈ കല്ലൂരേത്ത് കോളനി. അങ്ങനെ 3, 4 അവിടെ ഇവിടെയൊക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ചീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും ഇനി തുടർന്നങ്ങോട്ട് ഷൂട്ട് ചെയ്യണം. ഭാരിച്ച ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം എനിക്ക് ബാധ്യതയുണ്ട്. മൊത്തത്തിൽ എടുക്കാനാണെങ്കിൽ ക്യാമറയുടെ ബാലൻസ്, ലൈറ്റ് യൂണിറ്റുകാരൻ, വാഹനത്തിന്റെ റെന്റ്, റൂം വാടകൾ, സെലിബ്രിറ്റി, അങ്ങനെ 4 ലക്ഷം രൂപ ബാധ്യതയിലാണ് കോളനി മൂവി 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. 2 അല്ല 3 ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിർത്തുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ കോളനിയിലുള്ള കൂടെ അഭിനയിച്ച ടീമുകളൊക്കെ അത്യാവശ്യം പിന്നെ വീട്ടിലൊക്കെ പോയി നമ്മുടെ അവസ്ഥ കണ്ടുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന അവരെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ്. എന്നാലും സിനിമയോടുള്ള മോഹം കൊണ്ട് ഓരോ ആൾക്കാരൊക്കെ വണ്ടി വരെയും വിറ്റ് ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ സെലിബ്രിറ്റി ഉള്ളതിന്റെ പേരിലാണ്. ഷാജി ചേട്ടൻ, മോളി ചേച്ചി അവരുടെ കൂടെയൊക്കെ ആക്ട് ചെയ്യാനാണ്. എന്തായാലും അത് സാധിച്ചു. ചെറിയൊരു സാധനമാണെങ്കിലും നമുക്കത് സാധിച്ചു എന്നുള്ളത് സന്തോഷമാണ്. കാര്യം ആരുടെ കൂടെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഒന്നേ ചിലപ്പോൾ മോളി ചേച്ചി അല്ലെങ്കിൽ രാജസാഹിബ് 1, 2 ആർട്ടിസ്റ്റിൽ ഒതുങ്ങി പോകും. പക്ഷേ ഞാൻ അവർക്ക് കൊടുത്ത ആരുടെ കൂടെ നിങ്ങൾ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 4, 5 പേരുടെയെങ്കിലും പേര് പറയാൻ കാണണം. അത് പടത്തിനൊരു ഐഡന്റിറ്റിയാണ്. പിന്നെ എനിക്കൊരു ലേബിളുണ്ട്, അവർക്കും ഒരു ലേബിളുണ്ട്. പടത്തിനും ഒരു ലേബിൾ വരും. കാര്യം വെറും കുട്ടിക്കളിയല്ല. വളരെ മനോഹരമായിട്ടാണ് പ്രസീതയുടെ ആ ഒരു ഷൂട്ടിംഗ് സെറ്റ് ക്യാരവാൻ സഹിതം എടുത്തിട്ട് 2 ദിവസം ഞങ്ങൾ ചെയ്തത്. കറക്റ്റ് ഷൂട്ടിംഗ് സെറ്റിലെ ട്രാക്ക് ആൻഡ് റോളിയും, റെഡ് ക്യാമറ, ലൈറ്റ് യൂണിറ്റ്, അങ്ങനെ വേണ്ട എല്ലാ സംവിധാനങ്ങളും. പക്ഷേ ഈ ഷൂട്ട് നിന്നപ്പോൾ ഈ ഷൂട്ടിന് വന്നപ്പോഴത്തേക്കിന് ഞാൻ അവിടെ പെട്ടെന്ന് ഡേറ്റുകളൊക്കെ പെട്ടെന്നാണ് എടുത്തത്. പക്ഷെ ഞങ്ങൾ ചെന്ന ഈ കല്ലൂരേത്ത് കോളനിയില് അത്യാവശ്യം പിന്നെ ഈ ആർട്ടിസ്റ്റുകൾ, അതായത് നമ്മൾ ന്യൂ ഫേസുകളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കെല്ലാം ജസ്റ്റ് ഒരു വീട് എനിക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോഴത്തേക്കിനും 100 കൂട്ടം കാര്യങ്ങൾക്ക് ഓടുകയാണ്. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാനും ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു ഓടിട്ട വീടാണ് കിട്ടിയത്. അത് കുറെ നാളായി പൂട്ടിയിട്ടേക്കുക, പൊടിയൊക്കെ അടിച്ച്. അങ്ങനെ എന്തായാലും ഈ പാവപ്പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം വന്നിട്ട് സത്യം പറഞ്ഞാൽ സഹകരിച്ച് അതിനകത്ത് കിടന്നു. ജിബിന്, അതേപോലെ തന്നെ നമ്മുടെ ശ്രീജിത്ത്, അങ്ങനെ എല്ലാവരും ഫുഡുകൾ ഉണ്ടാക്കി കഴുകി അരി കഴുകി അടുപ്പത്തിട്ട് ഒരു 2, 3 ദിവസമേ ഉള്ളെങ്കിലും ആ രീതിയിൽ സഹകരിച്ച് കോളനി മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ അതിനിടയ്ക്ക് മാനസികമായി എന്തൊക്കെയോ കുറെ ക്രാഷുകൾ വന്നു പെട്ടു. ഓരോരുത്തരുടെയും മനസ്സിൽ വിള്ളൽ വീഴാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ ഒരു ഷൂട്ട് നിന്നപ്പോഴത്തേക്കിനും മാനസികമായിട്ട് അവർക്ക് ഒരു ഡിപ്രഷനായി. പക്ഷെ എങ്കിൽ തന്നെയും പിന്നെ ഇവരെല്ലാം വീട്ടിൽ പോയി ഇച്ചിരി പൈസ കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും കൊണ്ട് മുഴുക്കത്തില്ല. കാര്യം ഒരു 2, 3, 4 ലക്ഷം രൂപ ബാധ്യതയുണ്ട്. എങ്ങനെയാണ് ഒരു 10, 25,000, 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് മുഴുക്കാനാണ്? ഒന്നും പറ്റത്തില്ല. കാര്യം ഇനി വണ്ടി എടുക്കാൻ പോകണം, വണ്ടിയുടെ റെന്റ് കൊണ്ട് കൊടുക്കണം, അതേപോലെ തന്നെ ലൈറ്റ് യൂണിറ്റുകാരന്റെ പൈസ കൊടുക്കണം, അതേപോലെ തന്നെ ക്യാമറയുടെ പൈസ കൊടുക്കണം, പിന്നെ റൂമിന്റെ പൈസ കൊടുക്കണം, സെലിബ്രിറ്റിയുടെ പൈസ കൊടുക്കണം. ഇനി സെലിബ്രിറ്റിയുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവർ കണ്ടിന്യൂറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം 6 ദിവസമെങ്കിൽ 6 ദിവസം അവരെ എടുത്തിട്ട് അങ്ങ് വിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇനി ഈ പൈസ കൊടുത്തെങ്കിലേ ഇനി ഒരു ഷൂട്ടിന് അവർ വരുള്ളൂ. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ ആയി. അങ്ങനെ അവസാനം ഞങ്ങൾ എന്തായാലും എല്ലാവരെയും പിരിച്ചുവിട്ട് ഞങ്ങൾ ആർട്ടിന്റെ പ്രോപ്പർട്ടി എന്തായാലും കൊണ്ട് കൊടുക്കണം എറണാകുളത്ത്. അതിനും പൈസ ഇല്ല. കുറെ സാധനം മിസ്സിങ്ങുമാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാത്ത വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. എന്ത് തന്നെ ആയാലും ഇവിടുന്നൊക്കെയോ ഇച്ചിരി പൈസ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ ആർട്ടിന്റെ പ്രോപ്പർട്ടി ഇങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ ഞാൻ ഫൈസലിക്കായൊക്കെ ഉണ്ട് വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ജെസി മോഹൻ, സത്യം പറയാൻ കോളനി മൂവിക്കും അതിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എനിക്കും ഈ സിനിമയ്ക്കും വേണ്ടിയിട്ട് ദൈവത്തിനെ പോലെ അനുഗ്രഹമായ ഒരു 2, 3, 4 വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ഈ കോളനി ഇന്നും ഇറങ്ങത്തില്ലായിരുന്നു. അവരുടെയൊക്കെ മനസ്സും അവരുടെ ആ ഒരു അധ്വാനത്തിന്റെ ചില്ലിത്തുട്ടുകളുമാണ് കോളനി അങ്ങനെങ്കിലും ഇറങ്ങാനുള്ള ഒരു കാരണം. ഇത്രയും പേരുടെ ഒരു ഡ്രീമായിരുന്നു. കാരണം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി സിനിമയിൽ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചാലും എനിക്ക് ഇത്രയും പ്രശ്നമില്ല. പക്ഷേ കോളനിയിൽ ഏകദേശം ഒരു 10, 50 പേരോളം ചെറിയ ചെറിയ കഥാപാത്രവും വലിയ കഥാപാത്രവുമായ ആൾക്കാരുണ്ട്. അപ്പൊ അതിനകത്ത് ഏകദേശം ഒരു 10, 25 പേരോളം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള 10, 25, 10 രൂപ, 5 രൂപ, 3 രൂപ ഒക്കെ ഇട്ട ആൾക്കാരാണ്. അപ്പൊ അത് സിനിമയെ മോഹിച്ചതാണ്. അപ്പൊ സിനിമയെ മോഹിക്കുമ്പോൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുകയാണ് അവര്. അപ്പൊ അവര് കഷ്ടപ്പെട്ട പൈസകൾ, കടം മേടിച്ച പൈസകളാണ്. അപ്പം എന്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. കാര്യം എന്റെ ജീവനിലും വലിയൊരു പ്രസക്തി എന്നിൽ വിശ്വാസം അർപ്പിച്ച ആ ആർട്ടിസ്റ്റുകളോട് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. കാരണം ഇന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. പട്ടിണിയാണ്. 2, 3, 4 പേര് പട്ടിണിയാണ്. കലൂർ സ്റ്റേഡിയത്തിൽ കിടക്കുകയാണ്. അങ്ങനെ എന്തായാലും ഈ വിവരം ജെസി മേഡം അറിഞ്ഞു. ജെസി മേഡത്തിന്റെ അടുക്ക് ഞാൻ പറഞ്ഞു, ഇതേപോലെ നമുക്ക് ക്യാമറ കൊണ്ട് കൊടുക്കണം, വണ്ടി എടുത്തിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ അവര് വീണ്ടും ആദ്യം ഒരു ഗോൾഡ് തന്നായിരുന്നു. അപ്പൊ അത് നമ്മൾ പണയത്തിന് കയറ്റിയിരിക്കുകയാണ്. കാര്യം ഷൂട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അന്ന് അവിടെ പൈസയ്ക്ക് ഷോർട്ടേജ് വന്നപ്പോൾ വീണ്ടും അവരുടെ കഴുത്തിലൊരു ചെറിയ മാല കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ 10, 25 രൂപയ്ക്ക് കണ്ടാണെന്ന് തോന്നുന്നു അവര് പണയം വെച്ചത്. അവർ തന്നെയാണ് കൊണ്ടുവച്ചത്. എന്നിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് 25 രൂപയ്ക്ക് ഈ പൈസ കൊണ്ടുവന്നു ഈ ക്യാമറാമാന് കൊടുക്കുന്നു. ഫുട്ടേജ് അപ്പോഴും വാങ്ങാൻ പറ്റുന്നില്ല.
അങ്ങനെ ഇന്നോവ റിലീസ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതേ ഉള്ളൂ, ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇന്നോവ റിലീസ് ചെയ്തു. എങ്ങനെയോ അപ്പോഴും ഇന്നോവ കൊടുക്കാനുള്ള പൈസയില്ല, തിരിച്ച് എണ്ണ അടിക്കാനുള്ള പൈസയും ഇല്ല. പിന്നീട് എൻ്റെ ഒരു മുതലാളിയായിരുന്നു, മുതലാളി വിളിച്ചു, കുറച്ച് പൈസ അറേഞ്ച് ചെയ്യിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ അനിത അപ്പോഴത്തേക്കിനും ലൈറ്റ് യൂണിറ്റുകാരൻ എന്നെ വിളിക്കുന്നുണ്ട്, ഈ കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെ. അങ്ങനെ എന്തായാലും ഈ ഇന്നോവ റിക്കവർ ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് പൈസ കൊടുത്ത് എടുത്തതിന് ശേഷം ബാലൻസ് വീണ്ടും കൊടുക്കാൻ കിടക്കുക, എന്നാലേ ആ ഹാർഡ് ഡിസ്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ, നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം. അങ്ങനെ വീണ്ടും ട്രാപ്പിലാണ്. കാര്യം മറ്റേ വിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ലൈറ്റുകാരൻ മിനിറ്റിന് വിളിച്ചിട്ട് മോശമായ രീതിയിലൊക്കെ സംസാരിക്കാനാണ്. അപ്പോൾ മാനസികമായിട്ട് നമ്മളൊന്നേ തളർന്ന് കിടക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ല. അങ്ങനെ അവസാനം ഈ അനിതയുടെ കെയർ ഓഫിൽ കുറേ പൈസ, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം രൂപ നമുക്ക് തരാമെന്ന് പറഞ്ഞാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ വീട് എങ്ങാണ്ട് വിറ്റു, അതിനകത്തുനിന്ന് കുറച്ച് പൈസ നമുക്ക് തരാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. ഇപ്പോൾ ഇതേ ഉള്ളെന്നും പറഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ടോട്ടൽ ഒരു 1.25 ലക്ഷം രൂപയോളം മൊത്തത്തിൽ ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50,000 രൂപ സുമേഷ് കൊടുത്ത പൈസയാണ്. അപ്പോൾ ആ 50,000 രൂപ സുമേഷിന് തിരിച്ചു കൊടുക്കണം. അവരുടെ എന്തോ ഒരു ആവശ്യത്തിനാണ് നമ്മൾ 5 ലക്ഷം രൂപ തരാം, 50,000 രൂപ തന്നു കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വയനാട് വരെ വീണ്ടും പോയത്. അങ്ങനെ അതും എൻ്റെ കൈ കൊണ്ടല്ല മേടിക്കുന്നത്, സുമേഷും ഒക്കെ പോയി അഗ്രിമെന്റ് എഴുതി കൊടുത്ത്, കിച്ചു ഒക്കെ പോയിട്ട് അഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെ എന്തായാലും കുറച്ച് പൈസ നമ്മുടെ ഈ ലൈറ്റ് കമ്പനിക്കാരനും കൊടുത്തു, കുറച്ച് പൈസ ഇന്നോവ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ ആ പൈസ അവിടെ വെച്ച് തന്നെ തീർന്നു കിട്ടി. എന്തായാലും ബാധ്യതയ്ക്കകത്തുനിന്ന് ഒരുവിധം ഊരിയിട്ട് പിന്നീട് നാട്ടിൽ വന്നിട്ട് ഈ സെലിബ്രിറ്റിയുടെ റൂമിൽ നിന്ന് വിളിക്കുന്നു. ഓരോ സെലിബ്രിറ്റികളും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കുറച്ച് പേയ്മെന്റ് ഉണ്ട്, പെൻഡിങ് ഉണ്ട്, 2-3 ദിവസമേ ഉള്ളെങ്കിൽ അത് പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിളികളുണ്ട്. അങ്ങനെ പിന്നീട് ഞാൻ കുറച്ച് ദിവസങ്ങളിലൊക്കെ പണിക്ക് പോയി. MR എന്ന് പറയുന്ന ആ ഒരു റിസോർട്ടിലെ കുറേ പൈസകളൊക്കെ അങ്ങനെ അടച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മാസം കൊണ്ടെങ്ങാണ്ടാണ് MRലെ ഇടപാട് തീർന്നത്. അത്രയും നാളും ഞാൻ പണി ചെയ്തിട്ടാണ് പിന്നെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും മുന്നോട്ട് പോയത്. അപ്പോൾ എന്താ തന്നെ ആയാലും ഒരു 4-5 മാസം കോളനിക്ക് ഞാൻ വിചാരിച്ചു, എല്ലാവരുടെയും ഗ്രൂപ്പിൽ പറഞ്ഞു നമ്മുടെ ഈ മൂവി ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടിന്യൂറ്റി ആണ്, എന്തെങ്കിലും പണി കിട്ടിയാൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ബാക്കി എടുത്ത ഷൂട്ട് പോലും വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വലിയൊരു ക്രൗഡാണുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കോസ്റ്റ്യൂമും എല്ലാം സൂക്ഷിച്ച് വെക്കുക. നമുക്ക് പൈസ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും എല്ലാ വഴിക്കും ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. മാക്സിമം കോൺടാക്റ്റ് ഉള്ളത് നിങ്ങൾ സംഘടിപ്പിക്കാൻ പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഈ 4-5 മാസത്തിന് ശേഷം 4-5 മാസത്തിന് ശേഷം അപ്പോഴും കടങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കൊടുക്കാനുണ്ട് അപ്പോഴും. പക്ഷേ എൻ്റെ കയ്യിലില്ല, ഷൂട്ട് നടത്താനും പൈസയില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ജിബിൻ മഞ്ഞപ്ര എന്ന് പറഞ്ഞ നമ്മുടെ വേട്ടപ്പട്ടി ഷോർട്ട് ഫിലിമിൽ വന്നു. അതിനുശേഷം ഔഡി പ്ലസിൽ നമുക്ക് നല്ലൊരു കഥാപാത്രമായിട്ട് പുള്ളി ചെയ്തായിരുന്നു. എന്തോ ഒരു ലക്കിക്ക് ഹൈ ഹോപ്സിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈലായിരുന്നു അവർക്ക് ബെറ്റർ ആയിട്ട് തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണ് ഔഡി പ്ലസ് ഇന്നും കിടക്കുന്നത്, ആ OTT പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ അതുകൊണ്ട് മെയിൻ ഹീറോ ആയിട്ട് അഭിനയിച്ച ജിക്കിക്കും നജൂബിനും ഒക്കെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്ന കാര്യം, അവരൊക്കെ ഹീറോ ആണ്, അവരുടെ ഒരു പടം വന്നില്ല. ഒരു വില്ലനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പടം വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു ഭാഗ്യമാണ്. അത് ഞാനും സാക്ഷൻ ചെയ്ത് കൊടുത്ത സംഭവമൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി അവർ തന്നെ ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ ജിബിന്റെ കെയർ ഓഫിൽ ഒരു ടീം ഉണ്ടായിരുന്നു, പ്രവീൺ സാലപ്പതി. അപ്പോൾ അദ്ദേഹം പൂജയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജയ്ക്ക് വന്നപ്പോഴത്തേക്കിന് ഈ സാമ്പത്തികം ഇട്ട് ചെയ്യുന്നതിനോട് എനിക്ക് തോന്നുന്നു പ്രവീണിന് അത്രയും വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മടിയൊക്കെ അദ്ദേഹം കാണിച്ചു. എല്ലാവരും ഫണ്ട് ഇടുന്നുണ്ട്, എല്ലാവരും ഫണ്ട് ഇട്ടെങ്കിൽ സിനിമ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ക്യാമറ എല്ലാവരും ഫണ്ട് ഇട്ടിട്ട് തന്നെ ഇങ്ങനെയാണ്, പട്ടിണിയാണ്. അപ്പം ഫണ്ട് ഇടാതിരുന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അപ്പം അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ 2-3 പേര് പറഞ്ഞു എല്ലാവരും പൈസ ഇടുന്നു, അദ്ദേഹത്തിന് പൈസ ഇടാൻ വയ്യെങ്കിൽ അദ്ദേഹത്തിന് മാറ്റി നിർത്തുക. അങ്ങനെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. പക്ഷേ എന്തിനോ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ്, അല്ല ഷൂട്ട് ഇത്രയും ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രവീണെ ഞാൻ വിളിച്ച് സ്ഥിരം കോൺടാക്ട് ചെയ്യായിരുന്നു. പ്രവീണെ എവിടെയെങ്കിലും ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ, പിന്നെ അല്ല ഒരു പ്രൊഡ്യൂസറിനുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തപ്പിയിടണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോജക്റ്റ് ഒന്ന് ഫിനിഷ് ആക്കണം. അങ്ങനെയാണ് പ്രസീത ചാലക്കുടിയുടെ വീട്ടിനടുത്തൊക്കെ തന്നെയാണ് നമ്മുടെ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തി. കലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പുള്ളിയായിരുന്നു, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയായിരുന്നു. പ്രത്യേകിച്ച് സിംഗേഴ്സ്, അതായത് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. വളരെ ശാന്ത സ്വഭാവക്കാരനും അതേപോലെ തന്നെ മാന്യമായ രീതിയിലുള്ള ഇടപഴകലും കാര്യങ്ങളും ഒക്കെയായിരുന്നു. എന്തായാലും ഇത്രയും ഓടി ഇത്രയും പേരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ബിജു എന്ന ഒരു ദൈവതുല്യമായ ഒരു പ്രതിഭയെ നമ്മളിലേക്ക് എത്തിച്ചു. അങ്ങനെ ഞാൻ ഫൈസലിക്ക ഈ പ്രവീൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ ഒരു ടീമുണ്ട്, അദ്ദേഹത്തിൻ്റെ എനിക്ക് സംസാരിച്ചു, അപ്പം നമുക്ക് നേരിട്ടൊന്ന് കാണാം, അദ്ദേഹത്തിൻ്റെ എനിക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എങ്ങനെയായാലും ഫൈസലിക്കായും വിളിച്ചു. ഞാനും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ റോഡിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് പോയിട്ട് ഇദ്ദേഹമായിട്ട് സംസാരിച്ചു. പ്രവീണുണ്ട്, ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ട് തീരാൻ എന്തായാലും കുറഞ്ഞതൊരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ വേണം. എന്നാൽ തിയേറ്ററിലേക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം എനിക്കറിയാം, കാര്യം തിയേറ്ററിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു 8 ലക്ഷം രൂപ വേണമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ ചിലപ്പോൾ മാറിപ്പോകും എന്നുള്ളൊരു പേടി. കാര്യം ഇത്രയും നാൾ കൊണ്ട് നമ്മൾ കാത്തിരുന്നതാണ്.
ഈ പടം എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണമല്ലോ. ഷൂട്ട് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞു, ശരി ഞാൻ അത് ഏറ്റെടുക്കാം. നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ ജെന്യുയിൻ ആയിട്ടൊരു മനുഷ്യനായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഈ പുള്ളിക്കൊരു കഥാപാത്രം കൊടുക്കണം. പുള്ളിക്ക് നല്ലൊരു റോൾ അതിനകത്ത് കൊടുക്കണം. അങ്ങനെ ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു എംഎൽഎ മാത്രമേ ഉള്ളൂ നമ്മുടെ കഥാപാത്രത്തിനകത്ത്. പക്ഷേ ക്രിസ്റ്റിയുടെ അനിയനായിട്ട് സ്റ്റാർലി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, പടത്തിന്റെ ടൈറ്റിൽ തുടങ്ങുന്നത് അദ്ദേഹത്തിൽ നിന്നും അവസാനിക്കുന്നതും അദ്ദേഹത്തിൽ നിന്നും. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ അവിടെ ഞാൻ എഴുതി ചേർത്തു. കാര്യം ഒരു പ്രൊഡ്യൂസറായി മുന്നോട്ട് വരികയാണ്. കാര്യം ഇത്രയും പേർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന അവരുടെ ഡ്രീമിനെ സബലീകരിക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ല. അദ്ദേഹം എവിടുന്നോ കഷ്ടപ്പെട്ട പൈസകളാണ്, കടം വാങ്ങിയ പൈസ ആയിരിക്കാം, കോളനിയെ സഹായിച്ചു. അദ്ദേഹം കുറച്ച് ഫണ്ടുകൾ ആദ്യം അയച്ചു തന്നു. അയച്ചു തന്നപ്പോഴൊക്കെ ഓരോരോ ബാധ്യതകളാണ് ആദ്യം തീർക്കേണ്ടത്. കാര്യം സെലിബ്രിറ്റിയുടെ പൈസ കൊടുക്കാതെ ഇനി ഒരു ഷൂട്ടിന്റെ ഡേറ്റിന് വരത്തില്ല. അതേപോലെ തന്നെ ക്യാമറാമാന്റെ പൈസ കൊടുക്കാതെ ക്യാമറാമാനും വരത്തില്ല. പിന്നെ വാഹനങ്ങൾ എടുക്കണം. ഷൂട്ടിന് ആദ്യം മുതൽ, ഷെഡ്യൂൾ ആദ്യം മുതൽ ലൈറ്റ് വേണം, അതിന് ജനറേറ്റർ വേണം, പിന്നീട് വാഹനങ്ങൾ വേണം, പിന്നെ ബാക്കിയുള്ള ഗുണ്ടാ സെറ്റപ്പുകൾ വേണം, ക്യാമറ വേണം. അങ്ങനെ വീണ്ടും ഒന്നേന്ന് ഇതെല്ലാം അവിടെ വരുത്തിക്കണം. കാര്യം ബ്ലഡ്, ആർട്ട്, പ്രോപ്പർട്ടീസ് എല്ലാം. അങ്ങനെ ഇദ്ദേഹം കുറച്ച് ഫണ്ട് എനിക്ക് തന്നു. ആ ഫണ്ടിനകത്ത് അത്യാവശ്യം ആർട്ടിസ്റ്റിനൊക്കെ ഒന്ന് കൊടുത്ത് നിർത്തിയിട്ട്, കുറച്ച് പൈസ ഒക്കെ കൊടുത്ത് നിർത്തിയിട്ട് നമുക്ക് ഷൂട്ട് നടന്നു പോകണമല്ലോ. കാര്യം ഇദ്ദേഹം തന്ന പൈസ ഫുള്ള് അവിടെ കൊണ്ട് കൊടുക്കാനാണെങ്കിൽ പണി കിട്ടും. അപ്പം ജാസി ഗിഫ്റ്റിന്റെ പാട്ടിന് എനിക്ക് പൈസ ഇല്ല പാടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹം തന്നപ്പോഴത്തേക്കും ജാസി ഗിഫ്റ്റിന്റെ പാട്ട് പാടിക്കാൻ കുറച്ച് പൈസ ആയി. അതേപോലെ തന്നെ മണികണ്ഠൻ പുരപ്പടപ്പിന്റെ പാട്ട് പാടിക്കാൻ കുറെ സംഗതിയായി. അപ്പൊ ഇതിനു മുന്നേ പ്രസീതയുടെ പാട്ട് റിലീസായിരുന്നു കേട്ടോ. ഈ ബിജു നമ്മളിലേക്ക് വരും മുമ്പ് തന്നെ പ്രസീതയുടെ പാട്ട് റിലീസായിരുന്നു. കാര്യം അത് ഫണ്ടില്ലാതിരുന്നപ്പോഴത്തേക്കിന് എൻ്റെ ഷമീർ എന്ന് പറഞ്ഞ കിങ് സ്റ്റാറിന്റെ മുതലാളി, ഞാൻ പണ്ട് വർക്ക് ചെയ്ത അദ്ദേഹത്തിന് ഒരിക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹം സെറ്റ് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് വലിയൊരു സെറ്റിൽ നിന്ന് പോയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു ഷോക്കായി. അപ്പോൾ പുള്ളി വിചാരിച്ച് ഞാനെങ്ങനെ രക്ഷപ്പെട്ട, കാര്യം ഞാൻ അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് പുള്ളിക്കറിയാം. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് പുള്ളി എവിടുന്നോ ഇച്ചിരി പൈസ എനിക്ക് മറിച്ചു തന്നു. ഒരു 50 രൂപ എടുത്ത് അങ്ങോട്ട് മറിച്ചു തന്നു. ആ 50 രൂപയെ കൊണ്ടുവന്ന് ബാലൻസ് പിന്നെ ക്യാമറാമാന് കൊടുക്കാനുള്ളത് കൊടുത്തു. ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങി. അതിനുശേഷം ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ബിജു അനന്തകൃഷ്ണനും സ്റ്റുഡിയോയിൽ അതിന്റെ കമ്പോസിങ്ങും എല്ലാം കൂടെ അത് കൊടുത്തു. അതിനുശേഷം പോസ്റ്റർ അടിക്കുന്നു. അതിനുശേഷം ഇത് ഗ്രേഡ് ചെയ്യണം. അതായത് പ്രസീതയുടെ പാട്ട് ഞാൻ അന്ന് ഫുട്ടേജ് എടുത്തോണ്ട് അന്ന് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. അന്ന് രാത്രി മൊത്തം ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഇതിന്റെ ഒരു ലൈൻ റെഡിയായി. അതായത് XML റെഡിയായി. ഈ XML ഞാൻ നേരെ എറണാകുളം കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. എറണാകുളത്ത് ഒരു വീട്ടിലാണ്. ആ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ അത് പെട്ടെന്ന് ഫാസ്റ്റാക്കി ഗ്രേഡൊക്കെ ചെയ്ത് തലേ ദിവസം എനിക്ക് ഔട്ട് തന്നു. അങ്ങനെ പ്രസീതയുടെ പാട്ടിന് അവിടെ ഗ്രേഡിങ്ങിനും എഡിറ്റിങ്ങിനും കൂടെ എല്ലാം ഫൈനൽ എഡിറ്റിംഗും കൂടെ ഒരു 10 രൂപ അവിടെയും പോയി. അതിനുശേഷം ഇത് പ്രമോഷൻ ചെയ്യണം. അതായത് യൂട്യൂബിൽ കൊടുത്തതിന് ശേഷം ഒരു 10,000 1000 പേരോ 2000 പേരോ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു 15,000 രൂപയ്ക്ക് അത് 13,000 രൂപയും ഞാൻ കൊടുത്തു. 1,00,000 വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷേ 2,000 രൂപ ഞാൻ അവിടെ പിരിച്ചിട്ടപ്പോൾ അവർ 80,000 വ്യൂവേഴ്സിൽ കൊണ്ടുവന്നിട്ട് പ്രസീതയുടെ പാട്ട് അവിടെ ചവിട്ടി കളഞ്ഞു. മനസ്സിലായി. അപ്പൊ അങ്ങനെ എന്തായാലും ഇപ്പൊ 22 മിനിറ്റ് ആയി. അപ്പോൾ എന്തായാലും പ്രസീതയുടെ പാട്ട് റിലീസായി. എല്ലാവരും ഏറ്റെടുത്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാര്യം നമ്മുടെ കോളനി മൂവിയിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കളർഫുള്ളായി, പ്രത്യേകിച്ച് പ്രസീതാണ് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അത് എഴുതിയ ഞാനാണ്. നന്നായിട്ട് മ്യൂസിക് ചെയ്തിട്ട് ബിജു ആണ്. ബിജു അനന്തകൃഷ്ണനാണ്. അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ്. കാര്യം ആ പാട്ടിനകത്ത് തന്നെ മോളി ചേച്ചിയുണ്ട്, ഇപ്പോൾ ഷാജിയുണ്ട്, ബൈജു കുര്യനുണ്ട്, അങ്ങനെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. പക്ഷേ ആ ഒരു തീമിൽ തന്നെ ഇങ്ങനെ പോയായിരുന്നെങ്കിൽ നമ്മുടെ പടം സൂപ്പറായിട്ട് കച്ചവടം നടക്കുകയും തിയേറ്ററിൽ വരികയും ചെയ്തേനെ. പക്ഷേ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ കുത്തിത്തിരിപ്പുകൾ അവിടെയും ഇവിടെയും ആൾക്കാരൊക്കെ കുശു 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 പറഞ്ഞു. അതിനുശേഷം പലരുടെയും മനസ്സ് വേറെ വേറെ ആയി തുടങ്ങി. അതിനുശേഷം ആ കോളനിയിൽ വിള്ളൽ വീണപ്പോൾ സാമ്പത്തികവും മങ്ങിയപ്പോൾ ഷൂട്ടിന്റെ ക്വാളിറ്റി കുറഞ്ഞ് ഷൂട്ട് ബ്ലോക്കായി. എന്തായാലും ബിജു നമ്മളിലേക്ക് വരുന്ന ഫസ്റ്റ്, അതായത് പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, മട്ടാഞ്ചേരി കാണിക്കുന്നത്. ആ ഷൂട്ടാണ് ബിജു വരുന്നത്. സ്റ്റാർലി എന്ന ആദ്യത്തെ ആ ഒരു വില്ലൻ കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു പോർഷൻസ് മട്ടാഞ്ചേരിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏതായാലും അടുത്ത എപ്പിസോഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് എങ്ങനെ ഷൂട്ട് പോയി, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായി എന്നുള്ള ഒരു സംഭവമാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കാനുള്ളത്. എന്തായാലും ഇപ്പോൾ 23 മിനിറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞ് വേറൊരു തലത്തിലേക്ക് പോകും, ടൈം കൂടും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി കാണാം. അതുവരെ ഗുഡ് ബൈ.